അങ്ങനെ നന്ദുവിന് വലിയ രീതിയിലുള്ള ദേഷ്യം തന്നെ അനിയോട് തോന്നുകയാണ്. നവീന് തന്നെ ഇഷ്ടമുള്ള കാര്യം നവീൻ അനിയോട് നേരത്തെ പറഞ്ഞതാണ്. പക്ഷേ അനി അക്കാര്യം തന്നോട് പറഞ്ഞിട്ടില്ല. നേരത്തെ തന്നെ അനി അക്കാര്യം തന്നോട് പറഞ്ഞിരുന്നെങ്കിൽ നവീൻ ഇത്രത്തോളം വിഷമം കൊടുക്കേണ്ടില്ലായിരുന്നു എന്നൊക്കെ ചിന്തിക്കുകയാണ് നന്ദു. അങ്ങനെ നന്ദുവിന് അനിയോട് ദേഷ്യം തോന്നുകയാണ്. അങ്ങനെ നന്ദു അനിയെ പൂർണ്ണമായി അവഗണിക്കുകയാണ്. നന്ദുവിന്റെ പെരുമാറ്റം അനിയെ മാനസികമായി തകർക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അനി ബിസിനസ്സിൽ തീരെ ശ്രദ്ധയില്ലാത്ത രീതിയിൽ മുന്നോട്ട് പോവുകയാണ്. എന്നാൽ അവന്തിക്ക് അത് വലിയൊരു അവസരം തന്നെയായി എടുക്കുന്നുണ്ട്. നയന വരച്ച ഡിസൈൻസ് എല്ലാം ഏഞ്ചലറിക്ക് ചോർത്തി കൊടുക്കുകയാണ് അവന്തിക. അങ്ങനെ മൂർത്തി ജ്വല്ലറിയുടെ ഡിസൈൻസ് എല്ലാം ഏഞ്ചലറിക്കാണ് ആദ്യം കിട്ടുന്നത്. അങ്ങനെ ഓരോ ദിവസം കഴിയുന്തോറും ഏഞ്ചലറി വളർന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നയന ആദർശിനോട് പറയുന്നുണ്ട്, നമ്മുടെ ജ്വല്ലറി ഓരോ ദിവസം കഴിയുന്തോറും തകർച്ചയിലേക്ക് പോവുകയാണ്. എനിക്കാണെങ്കിൽ ബിസിനസ്സിൽ ഒട്ടും ശ്രദ്ധയില്ല. ഇനി ഇങ്ങനെ വാശി കാണിച്ചിട്ട് കാര്യമില്ല. അങ്ങനെ ആദർശ് പറയുന്നുണ്ട്, എന്താ നയനെ, നീ മുത്തശ്ശനുമായിട്ട് ഒന്ന് സംസാരിക്കണം. അനിയെ ഇനി MD ആയി മുന്നോട്ട് കൊണ്ടുപോകുന്നത് ശരിയായ കാര്യമല്ല. അതുകൊണ്ട് മുത്തശ്ശൻ്റെ കാര്യങ്ങൾ പറയണമെന്ന് ആദർശ് നയനയോട് പറയുന്നുണ്ട്. അങ്ങനെ നയന മുത്തശ്ശൻ്റെ അടുത്ത് ചെന്ന് പറയുന്നുണ്ട്, എനിക്ക് ബിസിനസ്സിൽ ഒട്ടും ശ്രദ്ധയില്ല. അവന് വേറെ എന്തൊക്കെയോ ടെൻഷനുണ്ട്. അതുകൊണ്ട് അനിയെ MD സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന് നയന പറയുന്നുണ്ട്. അത് കേട്ട് മുത്തശ്ശൻ പറയുന്നുണ്ട്, അത് ശരിയാണ് മോളെ. എന്നാൽ അവന്തികയെ മൂർത്തി ജ്വല്ലറിയുടെ MD ആക്കാം എന്ന് മുത്തശ്ശൻ പറയുമ്പോൾ അങ്ങനെ ആകട്ടെ എന്ന് നയനയും പറയുന്നുണ്ട്. അങ്ങനെ നയന ഇക്കാര്യം ദേവയാനിയോട് പറയുന്നുണ്ട്. മുത്തശ്ശൻ്റെ ഇഷ്ടം പോലെ തന്നെ നടക്കട്ടെ മോളെ, അവന്തിക MD ആകട്ടെ എന്ന് ദേവയാനിയും പറയുന്നുണ്ട്. അങ്ങനെ മുത്തശ്ശൻ ഇക്കാര്യം അവന്തികയോട് പറയുന്നുണ്ട്. ഇനി മോള് വേണം മൂർത്തി ജ്വല്ലറിയുടെ MD ആയി സ്ഥാനമേൽക്കാൻ. മോക്ക് സഹായത്തിന് അനിയും കൂടെ ഉണ്ടാകും. മുത്തശ്ശൻ്റെ വാക്കുകൾ കേട്ട് അവന്തികയ്ക്ക് വലിയ സന്തോഷമാവുകയാണ്. അങ്ങനെ അവന്തിക ഇക്കാര്യം നാഗേന്ദ്രനെ വിളിച്ച് പറയുന്നുണ്ട്, മോളെ, നമ്മൾ വിചാരിച്ചതുപോലെ കാര്യങ്ങളെല്ലാം നടന്നു. ഇനി ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അച്ഛൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, അതുപോലെ ചെയ്യണമെന്ന് നാഗേന്ദ്രൻ പറയുകയാണ്. അതുപോലെ തന്നെ ചെയ്യാമെന്ന് അവന്തിക സമ്മതിക്കുന്നുണ്ട്. അങ്ങനെ അവന്തികയുടെ ഇഷ്ടങ്ങൾക്ക് കാര്യങ്ങളെല്ലാം നടക്കുകയാണ്. അങ്ങനെ നയന വെച്ച ഡിസൈൻസ് എല്ലാം ജ്വല്ലറിക്ക് ചോർത്തി കൊടുക്കുകയാണ് അവന്തിക. അങ്ങനെ ഓരോ ദിവസം കഴിയുന്തോറും മൂർത്തി ജ്വല്ലറിയേക്കാൾ ജ്വല്ലറി വളർന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നയന വരച്ച ഡിസൈൻ വെച്ച് വലിയ രീതിയിലുള്ള വരുമാനം തന്നെ അവന്തികയ്ക്ക് നാഗേന്ദ്രനും ലഭിക്കുന്നുണ്ട്. അങ്ങനെ ആദർശിന് അവന്തികയിൽ വലിയ രീതിയിലുള്ള സംശയം തന്നെ തോന്നുകയാണ്. അങ്ങനെ ആദർശ് ഇക്കാര്യം ദേവയാനിയുമായി സംസാരിക്കുന്നുണ്ട്. അങ്ങനെ ആദർശ് ദേവയാനിയോട് പറയുന്നുണ്ട്, ഇങ്ങനെ പോയാൽ മൂർത്തി ജ്വല്ലറി പൂർണ്ണമായി തകർന്ന് നമ്മുടെ അനന്തപുരി തറവാട് ഇല്ലാതാകും. എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ആ സമയം ദേവയാനി പറയുന്നുണ്ട്, എന്താണ് മൂർത്തി ജ്വല്ലറി സംഭവിക്കുന്നതെന്ന് ഈ അമ്മ കണ്ടുപിടിക്കും. അങ്ങനെ ഒരിക്കൽ അവന്തികയെ അറിയാതെ ജ്വല്ലറിയിലേക്ക് വരികയാണ് ദേവയാനി. വല്യമ്മ എന്താണ് ഇവിടെ? വല്യമ്മ ഇങ്ങോട്ട് വരാറുള്ളതല്ലോ. ഇനി വരാതിരിക്കാൻ പറ്റില്ല മോളെ. ഇനി മൂർത്തി ജ്വല്ലറി നടക്കുന്ന ഓരോ കാര്യങ്ങളും ആദ്യം എന്നോട് പറയണം. ഞാൻ അറിയാതെ ഇനി ഒരു കാര്യങ്ങളും മൂർത്തി ജ്വല്ലറി നടക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട് ദേവയാനി. ആ സമയം അവന്തിക പതറിക്കൊണ്ട് അങ്ങനെ തന്നെ ചെയ്യാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവന്തിക നാഗേന്ദ്രനെ വിളിച്ച് ഇക്കാര്യം പറയുന്നുണ്ട്. ഇനി നമ്മൾ വിചാരിച്ചതുപോലെ കാര്യങ്ങളൊന്നും നടക്കില്ല അച്ഛാ, വല്യമ്മയ്ക്ക് എന്തോ സംശയം തോന്നിയിട്ടുണ്ട് എന്നൊക്കെ പറയുകയാണ്. ഇനി നയന വരച്ച ഡിസൈൻസ് എല്ലാം ചോർത്തുമ്പോൾ CCTV എല്ലാം ഓഫാക്കണമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ നയന CCTV ഓഫാക്കിയതിന് ശേഷം നയന വരച്ച ഡിസൈൻസ് എല്ലാം തൻ്റെ ഫോണിലോട്ട് ചോർത്തുന്നുണ്ട്. അങ്ങനെ അവന്തിക അതൊരു പതിവാക്കുകയാണ്. അങ്ങനെ ദേവയാനി അവന്തിക അറിയാതെ തന്നെ മൂർത്തി ജ്വല്ലറിയിലേക്ക് കയറി വരികയാണ്. എന്നാൽ അവന്തിക ആ സമയത്ത് റൂമിലുണ്ടായിരുന്നില്ല. ആ സമയത്ത് അവന്തികയുടെ ഫോണ് ദേവയാനി കാണുന്നുണ്ട്. അങ്ങനെ അവന്തികയുടെ ഫോൺ പരിശോധിക്കുന്ന സമയത്ത് നയന വരച്ച ഡിസൈൻസ് എല്ലാം ജ്വല്ലറിയുടെ ഡേവിഡിന് ഷെയർ ചെയ്തതായി ദേവയാനി കാണുകയാണ്. ദേവയാനി ആണെങ്കിൽ ദേഷ്യ സങ്കടം അടക്കാനാകാതെ ആകെ വല്ലാത്ത അവസ്ഥയിൽ നിൽക്കുന്നുണ്ട്. ആ സമയമാണ് അവന്തിക ക്യാബിനിലോട്ട് കയറി വരുന്നത്. ദേവയാനി ദേഷ്യം സഹിക്കാനാകാതെ അവന്തിയുടെ മുഖത്ത് ആഞ്ഞടിക്കുന്നുണ്ട്. എടി, നിന്റെ കള്ളത്തരങ്ങളെല്ലാം ഞാൻ കണ്ടുപിടിച്ചു. അപ്പോൾ നീയാണല്ലടി ജ്വല്ലറി തകർക്കാൻ വന്ന ദുഷ്ട. നയന വരച്ച ഡിസൈൻസ് എല്ലാം ജ്വല്ലറിക്ക് ചോർത്തി കൊടുത്ത് മൂർത്തി ജ്വല്ലറി തകർക്കാനല്ലേ നിന്റെ ഉദ്ദേശം? അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല അവന്തികയെ. അങ്ങനെ ദേഷ്യം സഹിക്കാനാകാതെ ദേവയാനി അവന്തികയെ പുറത്തേക്ക് തള്ളുന്നുണ്ട്. അപ്പോഴേക്കും ദേവയാനി ആദർശിനെയും നയനെയും വിളിച്ചു വരുത്തുന്നുണ്ട്. അങ്ങനെ വിവരം അറിഞ്ഞ മുത്തശ്ശനും അവിടേക്ക് എത്തുന്നുണ്ട്. അങ്ങനെ അവന്തികയ്ക്ക് ജ്വല്ലറിക്കെതിരെ കേസ് കൊടുക്കുകയാണ് മുത്തശ്ശൻ. അങ്ങനെ നയന വരച്ച ഡിസൈൻ വെച്ച് ജ്വല്ലറി നേടിയെടുത്ത പ്രോഫിറ്റ് എല്ലാം മൂർത്തി ജ്വല്ലറി പിന്നീട് നേടിയെടുക്കുകയാണ്. അങ്ങനെ പിന്നീട് മൂർത്തി ജ്വല്ലറിയുടെ MD ആയി ആദർശ് തന്നെ വരുന്നുണ്ട്. അങ്ങനെ അവന്തികയും ജ്വല്ലറിയുടെ ഡേവിഡിനെയും നന്ദു വന്ന് അറസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ നന്ദു ചോദിക്കുന്നുണ്ട്, നിന്റെ പിന്നിൽ വേറെ ആരോ ഉണ്ട്, അത് ആരാണെന്ന് ഇപ്പോൾ തന്നെ അറിയണം.
അങ്ങനെ അവന്തിക നാഗേന്ദ്രൻ്റെ പേര് പറയുന്നുണ്ട്. അങ്ങനെ നാഗേന്ദ്രനെ അറസ്റ്റ് ചെയ്യുകയാണ് നന്ദു.